മാന്യ പ്രേക്ഷകരെ, ഇന്നത്തെ എൻ്റെ വിഷയം സ്വതന്ത്ര പരമാധികാര രാജ്യമായിരുന്ന വെനിസ്വേലയിൽ കടന്നുകയറി അവിടുത്തെ പ്രസിഡൻറ്റിനെയും പത്നിയെയും പിടിച്ച് തടവിലാക്കിയ അമേരിക്കയുടെ നടപടിയെ സംബന്ധിച്ച് ഉള്ള ഒരു അവലോകനമാണ്. എണ്ണസമ്പന്നമായ രാജ്യങ്ങളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കാലാകാലങ്ങളിൽ അമേരിക്ക പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. മിക്കവാറും അതിൽ വിജയവും കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് അറേബ്യൻ മേഖലയിലുള്ള എണ്ണസമ്പന്നമായ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കൻ ചേരിയിലുമാണ്. പല രീതിയിലുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ടാണ് അവരെ സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിൽപ്പെടുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നടപടിക്ക് വഴങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളെ പരമാവധി ദ്രോഹിക്കുക എന്നുള്ള നിലപാടാണ് അമേരിക്ക കാലാകാലങ്ങളിൽ ചെയ്തു വരുന്നത്. ലിബിയ സോവിയറ്റ് അനുകൂല നിലപാടെടുത്തിരുന്ന രാജ്യമാണ്. അവിടെ അട്ടിമറി സംഘടിപ്പിച്ച് ആ രാജ്യം അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് അമേരിക്ക ചെയ്തത്. അതുപോലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഇറാഖിൽ അധിനിവേശം നടത്തുകയും അവിടുത്തെ പ്രസിഡൻറ്റിനെ തന്നെ പല കേസുകളിൽ കുടുക്കി തൂക്കിലേറ്റുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ കെട്ടുറപ്പുള്ള ഒരു ഗവൺമെൻറ് ഇല്ലാത്ത അവസ്ഥയിൽ ഒരു അമേരിക്കൻ പാവയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും അമേരിക്ക ഭീഷണി പ്രയോഗിക്കുകയും അതിന് വഴങ്ങിയില്ലെങ്കിൽ മറ്റ് തന്ത്രപൂർവമായ മാർഗങ്ങളിലൂടെ ഭരണാധികാരികളെ വശത്താക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന രാജ്യമാണ് വെനിസ്വേല. വെനിസ്വേലയിൽ അധികാരത്തിലിരുന്ന ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്ത് എണ്ണപ്പാടങ്ങൾ ദേശസാൽക്കരിച്ചിട്ട് അതിൻ്റെ കയറ്റുമതി ഉൽപ്പാദനമൊക്കെ ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരുന്ന സമയത്ത് രാജ്യം സമ്പന്നതയിലേക്ക് നീങ്ങുകയും ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അത് കണ്ടപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ എണ്ണപ്പാടങ്ങൾ വേണമെന്നും അമേരിക്കയ്ക്ക് എണ്ണയുടെ വരുമാനം ലഭിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ആ രാജ്യത്തിന് എതിരെ ഉപരോധം പ്രഖ്യാപിച്ച് എണ്ണ ഉൽപ്പാദനവും വിതരണവും അമേരിക്ക തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുകയും തൽഫലമായി എണ്ണ കയറ്റുമതി നിലച്ചതിനാൽ ആ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൊടികുത്തി ദാരിദ്ര്യത്തിലേക്ക് പതിക്കുകയുമാണ് ഉണ്ടായത്. അതിനെ മുതലെടുക്കുവാൻ അവിടുത്തെ വലതുപക്ഷ പ്രതിപക്ഷത്തിന് പ്രോത്സാഹനം നൽകുകയും പല രീതിയിലുള്ള ധനസഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അമേരിക്ക. ഇപ്പോൾ അധിനിവേശം നടത്തിയ ഈ ഘട്ടത്തിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രകടനം സംഘടിപ്പിക്കാനും ഈ വലതുപക്ഷ പാർട്ടികൾക്ക് അവിടെ സാധിച്ചിരിക്കുന്നു. എന്നാൽ അവിടുത്തെ സാധാരണ ജനങ്ങളും തൊഴിലാളി വർഗവും മുഴുവൻ അവിടുത്തെ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്നവരാണ്. അവരെല്ലാം ഇന്ന് പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തെരുവിൽ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പ്രവൃത്തി ലോകത്തെ സൈനികമായി ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. 108 ഏക്കറുള്ള വത്തിക്കാൻ പോലെയുള്ള രാജ്യങ്ങൾ, പരമാധികാര രാജ്യങ്ങൾ, മെക്സിക്കോ പോലെയുള്ള നമ്മുടെ ഒരു താലൂക്കിൻ്റെ അത്രയും പോലും ഇല്ലാത്ത രാജ്യങ്ങൾ ഒക്കെ ഇന്ന് ലോകത്ത് പരമാധികാര രാജ്യങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹിറ്റ്ലറെ പോലെ ചിന്തിക്കുന്ന ഒരു സാമ്രാജ്യവാദി, ഒരു അധിനിവേശകൻ, ഒരു അക്രമി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ലോകത്തൊരു വലിയ ഭീഷണിയായിട്ടെന്ന് നിലകൊള്ളുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ലോകം ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ക്യൂബയ്ക്കും ബ്രസീലിനും ഒക്കെ എതിരെ ഇതേ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുള്ള എല്ലാ രാജ്യങ്ങളെയും ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഒന്നുകിൽ സൈനിക അധിനിവേശം നടത്തുകയോ അല്ലെങ്കിൽ ഭരണാധികാരികളെ തടവിലാക്കുകയോ ചെയ്യും എന്ന് ഇന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ ശക്തമായി അപലപിക്കാൻ നമ്മുടെ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കൻ ചേരിയിൽപ്പെട്ട ഫ്രാൻസ് പോലും അതിനെ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കമലാ ഹാരിസ് വരെ ഇന്ന് അതിനെ അപലപിച്ചിരിക്കുകയാണ്. ഈ പ്രവൃത്തി അമേരിക്കയ്ക്ക് നാണക്കേട് വരുത്തുന്നതാണ്, അമേരിക്കൻ ജനാധിപത്യത്തിന് കളങ്കമാണ് എന്നുള്ള രീതിയിൽ അവരും പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പ്രവണത മുന്നോട്ട് പോകുന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇന്ന് ദശകങ്ങളായി ഉപരോധത്താൽ വരിഞ്ഞു മുറുക്കി ക്യൂബയെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവിടുത്തെ വലതുപക്ഷ പ്രതിപക്ഷത്തിന് മുതലെടുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതും ഇതേ അമേരിക്ക തന്നെയാണ്. ഈ ഒരു പ്രവണത ലോകത്തെ ഏറ്റവും ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ഒരു ഏത് പക്ഷത്താണ് ഇന്ത്യ ഗവൺമെൻറ് എന്നുള്ളത് ഇതുവരെ അവ്യക്തമായിരിക്കുകയാണ്. ഭാവിയിലെങ്കിലും അതിനൊരു പ്രഖ്യാപനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.